നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മാർക്ക് ഡഗ്ലസിന്റെ ട്രേഡിംഗ് ഇൻ ദ സോൺ എന്നൊരു കിടിലൻ പുസ്തകത്തെക്കുറിച്ചാണ്. ട്രേഡിംഗിൽ എങ്ങനെ സ്ഥിരമായി വിജയിക്കാം? ഇതിന്റെ ഉത്തരം കേട്ടാൽ നിങ്ങളൊരു പക്ഷെ ഞെട്ടും. അതൊരു പുതിയ സ്ട്രാറ്റജിയോ ടെക്നിക്കോ ഒന്നുമല്ല, പിന്നെയോ നമ്മുടെ ചിന്താരീതിയിൽ, നമ്മുടെ മൈൻഡ് സെറ്റിൽ വരുത്തേണ്ട ഒരു വലിയ മാറ്റമാണ്. ഈ കാണുന്ന നമ്പർ കണ്ടോ, 95%. എന്താണിതെന്നറിയാമോ? ട്രേഡിംഗിൽ സ്ഥിരമായ വിജയം നേടാൻ പറ്റാതെ പരാജയപ്പെടുന്ന ആളുകളെ കണക്കാണിത്. ശരിക്കും പറഞ്ഞാൽ ഓരോ 100 പേരെ എടുത്താൽ അതിൽ 95 പേരും പരാജയപ്പെടുന്നു. അവിശ്വസനീയമായി തോന്നുന്നുണ്ടല്ലേ? അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ, ഈ ബഹുഭൂരിപക്ഷം ട്രേഡർമാരും പരാജയപ്പെടുന്നത്? നമ്മളിന്ന് ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് പോകുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കില്ല ഇതിന്റെ യഥാർത്ഥ കാരണം. ഇതിന്റെ കാരണം ബുദ്ധിക്കുറവോ, നല്ല അനാലിസിസ് ചെയ്യാൻ അറിയാത്തതോ, അല്ലെങ്കിൽ ആരുടെ കയ്യിലും ഇല്ലാത്ത ഏതോ ഒരു സീക്രട്ട് സിസ്റ്റം കിട്ടാത്തതോ കൊണ്ടൊന്നും അല്ല. അതല്ല വിഷയം. യഥാർത്ഥ കാരണം ഇതിനേക്കാളൊക്കെ ഒരുപാട് ആഴത്തിലുള്ള ഒന്നാണ്. അപ്പോ നമ്മൾ ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഇതിനെ ട്രേഡറുടെ വലിയ വിരോധാഭാസം എന്ന് തന്നെ വിളിക്കാം. അതായത്, എന്തുകൊണ്ടാണ് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ആളുകൾ പോലും ട്രേഡിംഗിൽ വന്ന് പണം കളയുന്നത്? ഇത് കേട്ടാൽ നിങ്ങൾക്ക് വിചിത്രമായി തോന്നാം. പക്ഷേ ആരാണ് ട്രേഡിംഗിൽ ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെടുത്തുന്നത് എന്നറിയാമോ? സമൂഹത്തിൽ നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന ചില പ്രൊഫഷണൽസാണ്. നോക്കൂ, ഡോക്ടർമാർ, വക്കീലന്മാർ, എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞർ, വലിയ കമ്പനികളുടെ സിഇഒമാർ വരെ. ഇവരാണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അതെന്താ അങ്ങനെ? കാരണം വളരെ ലളിതമാണ്. നമ്മുടെ ജീവിതത്തിലും ജോലിയിലുമൊക്കെ വിജയിക്കാൻ നമ്മളെ സഹായിച്ച കഴിവുകളില്ലേ? അത് അതേപടി ട്രേഡിംഗിൽ ഉപയോഗിച്ചാൽ പണി പാളും. നേരെ വിപരീത ഫലമാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഒരു ഉറപ്പ് തേടുമല്ലേ? പക്ഷെ ട്രേഡിംഗിലോ? അനിശ്ചിതത്വത്തെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. റിസ്ക് ഒഴിവാക്കാൻ നോക്കുന്നതിന് പകരം അതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പഠിക്കണം. എപ്പോഴും ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് വാശി പിടിക്കുന്നതിന് പകരം സാധ്യതകളെക്കുറിച്ച് മാത്രം ചിന്തിക്കണം. എല്ലാം ഒരു പ്രോബബിലിറ്റി ഗെയിമാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. എന്തുകൊണ്ടാണ് നമ്മുടെ തലച്ചോറിന് ഇവിടെ പിഴവ് പറ്റുന്നത്? ഒരു ട്രേഡ് നഷ്ടത്തിലാകുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാർക്ക് ഡഗ്ലസ് പറയുന്ന ഒരു ഗംഭീര വാചകമുണ്ട്. മാർക്കറ്റ് അതിൻ്റെ ചലനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തരുന്നത് വളരെ ന്യൂട്രലായിട്ടാണ്. വേദനയുടെ ഭീഷണി മാർക്കറ്റിലല്ല, അത് നിങ്ങളുടെ മനസ്സിലാണ്. ഇതിനർത്ഥം എന്താണെന്നോ? ഭയമെന്ന സാധനം മാർക്കറ്റിലില്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. പ്രശ്നം പുറത്തല്ല, അകത്താണ്. ഇതൊന്ന് വ്യക്തമാക്കാൻ പുസ്തകത്തിൽ ഒരു കുട്ടിയുടെയും പട്ടിയുടെയും കഥ പറയുന്നുണ്ട്. കേൾക്കണേ. ഒരു കുട്ടി, അവനെ ആദ്യമായിട്ടൊരു പട്ടി കടിച്ചു. സ്വാഭാവികമായും അതവന് ഭയങ്കര വേദനയുള്ളൊരനുഭവമായി. ആ ഒരൊറ്റ അനുഭവം കൊണ്ട് അവൻ്റെ മനസ്സൊരു തീരുമാനത്തിലെത്തി: എല്ലാ പട്ടികളും അപകടകാരികളാണ്. ഇനി നോക്കിക്കോണേ, കുറച്ചു കഴിഞ്ഞ് വളരെ സൗഹൃദത്തോടെ കളിക്കാൻ വരുന്നൊരു നല്ല പട്ടിയെ കാണുമ്പോൾ പോലും അവൻ്റെ ഉള്ളിൽ പേടി വരും. കാരണം ആ പഴയ വിശ്വാസം അവൻ്റെ കാഴ്ചപ്പാടിനെ മുഴുവൻ മാറ്റിമറിച്ചു. ഇനി ആ കുട്ടിയുടെ സ്ഥാനത്ത് ഒരു ട്രേഡറെ സങ്കല്പിച്ചു നോക്കൂ. അതുപോലെയാണ്. ഒരൊറ്റ മോശം ട്രേഡ്, ആ ഒരൊറ്റ അനുഭവം മതി ഭാവിയിൽ വരുന്ന എല്ലാ റിസ്കുകളെയും പേടിയോടെ കാണാൻ. നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ച് ശരിക്കും എടുക്കേണ്ട നല്ല സാധ്യതകളുള്ള ട്രേഡുകളെ പോലും നിങ്ങൾ പേടി കാരണം ഒഴിവാക്കാൻ തുടങ്ങും. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? നമ്മൾ ചിന്തിക്കുന്ന രീതി അപ്പാടെ മാറ്റണം. ഒരു പ്രൊഫഷണലിൻ്റെ മൈൻഡ് സെറ്റ് കൊണ്ടുവരണം. അതായത്, ഓരോ ട്രേഡിൻ്റെയും ജയവും തോൽവിയും നോക്കി ടെൻഷൻ അടിക്കുന്നതിന് പകരം നമ്മൾ പ്രോബബിലിറ്റികളിൽ, അതായത് സാധ്യതകളിൽ ചിന്തിക്കാൻ പഠിക്കണം. എന്താണ് ഈ പ്രോബബിലിസ്റ്റിക് മൈൻഡ് സെറ്റ്? വളരെ ലളിതമാണ്. നമ്മളെടുക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിന്റെ ഫലം എന്തായിരിക്കുമെന്ന് നമുക്കൊരിക്കലും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എന്ന സത്യം അംഗീകരിക്കുക. അത്രയുള്ളൂ. വിജയം വരുന്നത് എങ്ങനെയാണെന്നോ? ഒരുപാട് ട്രേഡുകൾ എടുക്കുമ്പോൾ അതിൽ മൊത്തത്തിൽ നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മുൻതൂക്കം അഥവാ ഒരു എഡ്ജ് ഉണ്ടാവുമ്പോഴാണ്. ഒറ്റ ട്രേഡിലല്ല കാര്യം, ഒരുപാട് ട്രേഡുകളുടെ സീരീസിലാണ്. പുസ്തകത്തിലൊരു ആറ്റിറ്റ്യൂഡ് സർവേ ഉണ്ട്. അതിലൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഒന്ന് ആത്മാർത്ഥമായി ആലോചിച്ച് ഉത്തരം പറയണം. ഒരു ട്രേഡ് മിസ്സായി പോകുമോ എന്ന പേടികൊണ്ട്, അതായത് ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെയാണ് ഏറ്റവും നല്ലൊരു താരതമ്യം വരുന്നത്. ഒരു ചൂതാട്ടക്കാരനും ഒരു കാസിനോയും തമ്മിലുള്ള വ്യത്യാസം എന്താണോ അത് തന്നെയാണ് ഒരു സാധാരണ ട്രേഡറും ഒരു പ്രൊഫഷണലും തമ്മിലുള്ള വ്യത്യാസം. ചൂതാട്ടക്കാരൻ എപ്പോഴും ആ ഒരൊറ്റ കളിയിൽ ജയിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കും. അവൻ്റെ പ്രതീക്ഷകളും പേടിയുമൊക്കെ ആ ഒരൊറ്റ കളിയിലായിരിക്കും. പക്ഷെ കാസിനോയോ, അവർ ആ ഒരൊറ്റ കളിയെപ്പറ്റി ചിന്തിക്കുന്നില്ല. അവർക്ക് ആയിരക്കണക്കിന് കളികളിലാണ് ഫോക്കസ്. അവർക്കറിയാം ദീർഘകാലാടിസ്ഥാനത്തിൽ കളി അവർക്ക് അനുകൂലമാണെന്ന്. ചെറിയ നഷ്ടങ്ങളൊക്കെ അവർക്ക് ബിസിനസ്സിന്റെ ചെലവ് മാത്രമാണ്. അവിടെ ഇമോഷൻസിന് ഒരു സ്ഥാനവുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ആ ചൂതാട്ടക്കാരന്റെ സ്ഥാനത്തുനിന്ന് മാറി കാസിനോയുടെ സ്ഥാനത്തേക്ക് വരാം? എങ്ങനെയാണ് ആ ഒരു ഹൗസ് എഡ്ജ് വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുക? അതാണ് അടുത്തത്.
ഇതാണ് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ജോലി മാർക്കറ്റിൽ അടുത്തത് എന്ത് സംഭവിക്കും എന്ന് പ്രവചിക്കലല്ല. നിങ്ങളുടെ ജോലി കാസിനോ ആവുക എന്നതാണ്. അപ്പോ ഒരു കാസിനോയെപ്പോലെ ചിന്തിക്കാൻ നമ്മളൊരു 5 അടിസ്ഥാന സത്യങ്ങളെ എപ്പോഴും ഓർക്കണം. 1. എന്തും സംഭവിക്കാം, ഒരു ട്രേഡിലും 100% ഉറപ്പില്ല. 2. പൈസയുണ്ടാക്കാൻ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായി അറിയേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളുടെ സിസ്റ്റത്തിൽ വിശ്വസിച്ചാൽ മതി. 3. ജയവും തോൽവിയും വരുന്നത് ഒരു റാൻഡം ഡിസ്ട്രിബ്യൂഷനിലാണ്. ചിലപ്പോൾ തുടർച്ചയായി ജയിക്കും, ചിലപ്പോൾ തുടർച്ചയായി തോൽക്കും. അതൊന്നും പ്രവചിക്കാൻ പറ്റില്ല. 4. ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം സംഭവിക്കാൻ മറ്റേതിനേക്കാൾ സാധ്യത ഒരൽപ്പം കൂടുതലാണ് എന്നു മാത്രം, അല്ലാതെ ഉറപ്പല്ല. അവസാനത്തേത്, 5-മത്തേത്, മാർക്കറ്റിലെ ഓരോ നിമിഷവും യുണീക്കാണ്. മുൻപ് നടന്നതുപോലെ തന്നെ വീണ്ടും നടക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം: നിങ്ങൾ ആരാണ്? ഒരു ചൂതാട്ടക്കാരനാണോ, അതോ നിങ്ങൾ കാസിനോ തന്നെയാണോ? നിങ്ങളുടെ ട്രേഡിംഗ് രീതി വെച്ച് ഈ ചോദ്യത്തിന് സത്യസന്ധമായി ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക.